പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റായി. ജാക്കിക്കൊപ്പമുള്ള നമ്മുടെ പ്രഭാതയാത്ര തുടരുന്നു. എനിക്കൊപ്പമുള്ളത് സി അരുൺകുമാർ, മാവേലിക്കര മണ്ഡലത്തിൻ്റെ ചെറുപ്പക്കാരനായ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമ്മൾ ചായയുടെ കാര്യം പറഞ്ഞു. പൊതുവേ ഇപ്പോൾ മധുരം കുറച്ചാണ് ചായ കുടിക്കുന്നത്. അതെ അതെ, ഒരുപാട് ചായകൾ കുടിക്കുന്നതുകൊണ്ട് മധുരം കുറച്ചാണ്. രാവിലെ ഭക്ഷണമൊക്കെ എങ്ങനെ ഈ തിരക്കിലേക്ക് ക്രമീകരിക്കുന്നത്? രാവിലെ ചെറിയ എല്ലാം ആഹാരം കുറച്ചു. അതിന്റെ പേരിൽ 2 കിലോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ ഇതാണ് താങ്കൾക്ക് രാവിലെ ഒരു ഐറ്റം തരാം. ഞാൻ അല്പസമയം മുമ്പ് കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ച എന്ന രീതിയിലൊരു പുസ്തകം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ വെല്ലുവിളിച്ചോളൂ. 6 കോടി രൂപ ഇനി ഈ മണ്ഡലത്തിൽ ചെലവഴിക്കാനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച MP ആണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ചെലവഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറാം എന്നാണ് ഏറ്റെടുക്കുന്ന വെല്ലുവിളി. നമുക്ക് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഇരിക്കുന്ന ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. നേർക്കാഴ്ച 2019 അതിനുശേഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് 24-ലെ തെരഞ്ഞെടുപ്പാണ്. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിന്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. അതെ, ഞങ്ങളത് പരിശോധിച്ചിട്ട് എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത് മനസ്സിലാക്കാം. എന്തായാലും പൊതുവായി ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്ന സാധനമല്ലല്ലോ. അതിനകത്ത് ഈ സഹാവ് ചായ ഇത് കടുപ്പം അല്ല, മധുരം കുറച്ച്, ഇത് മധുരം കൂട്ടി. വേണ്ട കറക്റ്റാ. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ആയിട്ട് എന്താ? ഇവിടെ കുറേ അപ്പം ഇരിക്കുന്നു. ഇത് കേക്ക്, വെട്ട് കേക്ക്, ഇത് സമോസ. ഇതിപ്പോ ചേട്ടന്റെ കയ്യിലിരിക്കുന്നത് എന്താ? അടിപൊളി കിണ്ണത്തപ്പം. കിണ്ണത്തപ്പം ഇഷ്ടമാണോ? പിന്നെ ആണോ? ആരോഗ്യത്തിനൊക്കെ ഇപ്പഴേ ശ്രദ്ധിച്ചു തുടങ്ങിയോ? അല്ല, എന്താന്ന് വെച്ചാലേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ല. വളരെ നേരത്തെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഓടി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ആരോഗ്യമെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പമായതുകൊണ്ട് തന്നെ നമ്മളെ എന്താ പറയുന്നത്, നന്നായി ഓടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആരോഗ്യം കൂടി നോക്കണം. നല്ല ഐറ്റം കേട്ടോ. ഇത് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് സാധാരണ പെസഹ അപ്പം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. അതായത് ഈ ഈസ്റ്ററിനും പെസഹയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ സാധനം കേട്ടോ. ഇതിനകത്ത് ഷോസ് കഴിക്കുന്നു. അപ്പോൾ പ്രേക്ഷകരും ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഞങ്ങൾ ചെറുതായിട്ട് ലഘുഭക്ഷണത്തിൽ തുടങ്ങി. ഇനി നമ്മൾ വിശേഷങ്ങളിലേക്ക് വന്നാൽ, മണ്ഡലത്തിൽ ഞാൻ കേൾക്കുമ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് കിട്ടുന്നത്. സർവേയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായൊരു ട്രെൻഡ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലത്തിൽ സജീവമായതോടുകൂടി മത്സരം കടുക്കുമെന്നൊരു പ്രതീതിയാണ് പൊതുവേ ആദ്യഘട്ടത്തിൽ കിട്ടുന്നത്. എങ്ങനെയാണ് ആത്മവിശ്വാസം? വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പ്രചരണ പ്രവർത്തനങ്ങളുമായി ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ തന്നെ വലിയൊരു ആത്മവിശ്വാസം. 1ാം ഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന 7 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ചപ്പോൾ കിട്ടിയ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, അമ്മമാർ, സഹോദരിമാർ, ചെറുപ്പക്കാർ, പ്രായം ചെന്ന ആളുകൾ, അവരൊക്കെ പറഞ്ഞത് എന്താ പറയുന്നത്, പത്രത്തിലൂടെ ഞങ്ങൾ കണ്ടു. വലിയ സാധ്യതയാണ്, ചേർത്ത് നിർത്തുകയാണ്, കെട്ടിപ്പുടരുകയാണ് നമ്മളെ. അതിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കേവലമായി ആരെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഞാൻ ഈ മണ്ഡലത്തിലേക്ക് വന്നയാളാണ്. അവർക്ക് എന്താണ്, എല്ലാവർക്കും തന്നെ അടുത്ത് പരിചയമൊന്നുമില്ല. പക്ഷേ വളരെ കാലത്തെ അടുപ്പമുള്ളതുപോലെയുള്ള സ്നേഹം ചേർന്ന പിടിച്ചു നിർത്തലുകളും തലോടലുകളും അത്തരം അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ അരുൺചേട്ടനോട് പറഞ്ഞത്. നമ്മുടെ വയസ്സ് ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടെ ചെറുപ്പമായി. പലരും നമ്മുടെ പോസ്റ്ററൊക്കെ കണ്ടിട്ട് പറയും, ആ പോസ്റ്ററിൽ കാണുന്നതിനേക്കാൾ ചെറുപ്പമാണല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു മേക്കപ്പും ഇല്ല, ജീവിതത്തിലും ഇല്ല, രാഷ്ട്രീയത്തിലും ഇല്ല, എങ്ങുമില്ല. എങ്ങനെയാ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാ? പ്രേക്ഷകർക്ക് ഒന്ന് അരുണിനെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ. ഞാൻ MS കോളേജിലാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കണ്ടിട്ടുണ്ട്. 2002 എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമ്പസുകളെ ത്രസിപ്പിക്കുന്ന ഏഷ്യാനെറ്റിന്റെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കണ്ടക്ട് ചെയ്തിരുന്ന ആള് ചേട്ടനായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി കേരള സർവകലാശാല ലാസ്റ്റ് ബാച്ചാണ്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി. ഡിഗ്രി BA ഹിസ്റ്ററി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് LLB ചെയ്തു, MSW ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോ ആൻഡ് MSW. അതെ എന്താ പറയുക, ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ അത്ര ഇങ്ങനെ തെരഞ്ഞു പിടിച്ചാണ് MSWനോട് ഒരു താല്പര്യം തോന്നി ചെയ്തു. പിന്നീട് ഞാൻ ഇങ്ങനെയെല്ലാം എത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം,
എൻ്റെ 10ാമത്തെ വയസ്സിൽ നമ്മുടെ കേരളത്തിലെ ഒരു വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന KPSC ബാലതാരമായി അശ്വമേധ നാടകത്തിൽ അഭിനയിച്ചു. ആണോ? അതെ. ഏതായിരുന്നു കഥാപാത്രം? അശ്വമേധ നാടകത്തിലെ ബാലതാരം സത്യൻ എന്ന് പറയുന്ന ഒരു വേഷമായിരുന്നു. ഓർമ്മയുണ്ടോ? പിന്നെ ഒരുപാട് പഞ്ച് ഡയലോഗ് ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ? അങ്ങനെയല്ല, അതൊരു എന്താ പറയുന്നത്, ആ നാടകത്തിൻ്റെ ഒരു തീം, അതിൻ്റെ ഒരു കുഷ്ഠരോഗ എന്താ പറയുന്നത്, കുഷ്ഠരോഗം വരുന്ന ഒരു ഫാമിലി, ആ രോഗമായതിൻ്റെ പേരിൽ കല്യാണം പറയുന്ന സഹോദരി. അപ്പോൾ ആ സഹോദരിയെ കാണാൻ വേണ്ടിയിട്ട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ചെല്ലുന്ന ജ്യേഷ്ഠ സഹോദരൻ്റെ കൂട്ടത്തിൽ സഹോദരിയെ കാണാൻ എനിക്ക് ഇന്നും ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു രംഗം അതാണ്. ആ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുമ്പോൾ ഓടി അടുത്തോട്ട് ചെല്ലുമ്പോൾ ചേച്ചി തന്നെ നമ്മളെ മാറ്റി നിർത്തുകയാണ്. എന്താണ്, അന്ന് തൊടാൻ പാടില്ല, അന്ന് ഇതിങ്ങനെ പകരും എന്നൊക്കെ പറഞ്ഞ ഒരു കുഷ്ഠരോഗികളെ പ്രത്യേകമായ ഒരു സെല്ലിലേക്ക് മാറ്റിയിടുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന അത്രയും അവിടെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ ഈ എന്താ പറയുന്നത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ അത് എത്ര വയസ്സുണ്ടാവും ബാലതാരമായിട്ട് അഭിനയിക്കും? ഞാൻ 10ാം വയസ്സിൽ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ ബാലതാരമായ ആളാണ്. KPSC. പിന്നീട് അഭിനയത്തോട് ശ്രദ്ധിച്ചില്ലേ? ഉണ്ട്. ഞാനത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ 15ാമത്തെ വയസ്സെത്തിയപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ എഴുതണം, പാസ്സാകണം എന്നുള്ള സാഹചര്യം വന്നപ്പോൾ വീട്ടുകാർ തന്നെ, അന്ന് KPSC നമ്മുടെ വീട്ടിനോട് ചേർന്നുള്ള സ്ഥാപനമാണ്, അപ്പം ആ ഒരു സാഹചര്യം കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്താ പറയുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷം പെയ്യ നാടകത്തിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷം പ്രീ ഡിഗ്രി ബാച്ചിൽ അങ്ങനെ പഠിച്ച് ഇന്ന് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും ഇന്ന് ഈ പറയുന്ന സീരിയൽ സിനിമാ രംഗങ്ങളിലെല്ലാം പ്രഗത്ഭരായി നിൽക്കുന്ന ആളുകൾ. അതായത് ഒരു പക്ഷേ കേരളത്തിൽ മിസ് ചെയ്തിരിക്കുന്ന ഒരു ടെലിവിഷൻ സിനിമാ താരമാണ്. അല്ല, ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചു. സിനിമാ താരമാണോ? അതെ. ഇടയ്ക്ക് ചെറിയ മറ്റേ ഷോർട്ട് ഫിലിമുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുദേവൻ സാറിന്റെ കള്ളന്റെ മകൻ, അതിനകത്ത് വളരെ രസകരമായൊരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഞാൻ വരുമ്പോൾ ഈ മണ്ഡലത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ആനേടി ക്ഷേത്രത്തിലെ തിരുവേനിയായിട്ടാണ് ഞാൻ ഈ കള്ളന്റെ മകൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ അതിനകത്തൊരു വേറെ രസകരമായ കാര്യം വേറെയുണ്ട്. ഞാനും നമ്മുടെ അനൂപ് ചന്ദ്രനും ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെന്ന് ആ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ മേക്കപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരുന്ന് മേക്കപ്പ് ചെയ്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് അനൂപ് ചന്ദ്രൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനൂപ് ചന്ദ്രനാണ് അതിൽ, ഞാൻ തിരുവേനിയും അദ്ദേഹം അതിൻ്റെ കഴകക്കാരനുമാണ്. അപ്പോൾ ആ 2 വേഷങ്ങളാണ്. അപ്പോൾ അന്ന് നമ്മളോട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട അമ്പലം വരെ ഒരു അല്പം ദൂരമുണ്ട്. അപ്പം ഈ പറയുന്ന തിരുവേനിയുടെ വേഷം അറിയാമല്ലോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായി തിരുവേനി വേഷം കിട്ടുമ്പോൾ ഈ ഉടുപ്പും ഷർട്ടും ഒന്നും ഇടാൻ പറ്റുന്നില്ല, പൂണൂലും മറ്റേ താറൊക്കെ കൊടുത്തു വേണം. അപ്പൊ ആദ്യമായി ഡ്രസ് ഇല്ലാതെ അഭിനയിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും ആളുകളുടെ മുമ്പിൽ കൂടെ ഈ കോണമൊക്കെ കൊടുത്ത് നടന്നുപോയി ആ ക്ഷേത്രമാർ ചെല്ലാൻ എനിക്ക് ഭയങ്കര ഒരു നാണക്കേട് തോന്നി. അത് ഒരു വല്ലാത്ത, പിന്നെ ഒരു ഷാളൊക്കെ എടുത്ത് പുതച്ചുകൊണ്ടാണ് അവിടെ ചെന്നത്. അപ്പൊ അതെന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നപ്പോ ഒരു എന്താ പറയുന്നത് ഒരു വലിയ നിമിത്തമായി, ഒരു അനുഗ്രഹമായി ഒക്കെ എനിക്കത് തോന്നുന്നുണ്ട്. കാര്യം എന്താ പറയുന്നത്, അങ്ങനെ ഒരു ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ ശാന്തിക്കാരനായിട്ട് ഒരു സിനിമയിൽ ആദ്യമായി വേഷം ചെയ്തിട്ട് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു പാർലമെന്റ് മെമ്പറായി മത്സരിക്കാൻ കിട്ടിയ അവസരത്തെ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി. ദോഷമുള്ളൊരു കാര്യമാണ്. എങ്ങനെ പൊതുവെ വിശ്വാസിയാണോ അതോ നിങ്ങൾ? എനിക്ക് അന്ധമായ വിശ്വാസമില്ല, പക്ഷേ അത്യാവശ്യം എല്ലാ വിശ്വാസികളോടും എനിക്കൊന്ന് ഉത്സവ പരിപാടികളിലെല്ലാം. അതെ. എൻ്റെ നാട്ടില് പരിപാടികളിലെല്ലാം ഉണ്ട്. എൻ്റെ നാട്ടില് ഒരു ക്ഷേത്രമുണ്ട്, കൃഷ്ണവരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ചെറുപ്പത്തിലെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ നിന്നിട്ടുള്ളതാണ്. കൃഷ്ണവരം കൊട്ടാരം, ചരിത്രപ്രസിദ്ധമായ ഒരു കൊട്ടാരമുണ്ട്. അവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട്. ഞാൻ ഇന്നും അതിൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ 22 വർഷക്കാലമായി പ്രൊഫസർ S. ഗുപ്തൻ നായരുടെ പേരിൽ ഉള്ള, അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്. അദ്ദേഹം ആ നാടിന് സമ്മാനിച്ച 5 സെന്റ് സ്ഥലത്ത് ആ ഗ്രന്ഥശാലയുണ്ട്. ഇന്നും അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുകയാണ്. അതുകൊള്ളാം. വളരെ ലളിതമായി തുടക്കം, നാടകങ്ങളിലൂടെ വന്ന് സിനിമയിലൂടെ വന്ന് അല്ലേ, അങ്ങനെ ഒരു ഇമേജ് കൂടി അരുണുണ്ട് എന്നുള്ളത്. കലാകാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് മാവേലിക്കരയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവകാശികൾ എന്ന് പറയുന്നിട്ട് നമ്മുടെ എന്നരുണ്ടെ ഒരു സിനിമയുണ്ട്. അതിലൊരു പോലീസുകാരൻ്റെ വേഷമാണ്. ഇതൊക്കെ മാറ്റിയിട്ട് ഒരു പോലീസുകാരൻ്റെ വേഷത്തിലാണ്. നമുക്ക് ഇത്തവണ 2 സിനിമാ താരങ്ങളുണ്ട്. ഒന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ഒന്ന് മാവേലിക്കരയിലെ അരുൺകുമാർ. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഒരുപക്ഷെ ലോക്സഭാ താരമായില്ലായിരുന്നെങ്കിൽ സിനിമാ താരമാകുമായിരുന്നു അരുൺകുമാർ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അണുവിട വ്യതിചലിക്കാത്ത പ്രത്യയശാസ്ത്ര ശാഠ്യമുണ്ട് അല്ലേ? അതെ. അത് കൈമോശം വന്നിട്ടില്ല. ഞാൻ ഈ പറയുന്ന പ്രീ ഡിഗ്രിക്കാണ് MSN കോളേജിൽ, ചേട്ടനൊക്കെ വരുന്ന കാലത്ത് 2000-ലാണ് പ്രീ ഡിഗ്രിക്ക് MSN കോളേജിൽ ചെല്ലുന്നത്. അന്ന് ഇതുപോലെ അച്ഛൻ പറഞ്ഞത് AESF എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്,
അപ്പോൾ അതിൽ പോയി പ്രവർത്തിക്കണം. അതൊക്കെ ഈ കാമ്പശ്ശേരി കരുണാകരൻ്റെ ഫാൻസ് ഉണ്ടല്ലോ ആ ഭാഗത്ത് കുറേ പേര്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ആ കോളേജിൽ ചെന്ന് അന്നത്തെ AESFൻ്റെ ഭാരവാഹി, അന്നത്തെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഷിജി, അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാനിതുപോലൊരു ഇന്ന ആളുടെ മകനാണ്, അച്ഛൻ പ്രത്യേകം പറഞ്ഞു വിട്ടേക്കാണ് ഈ സംഘടനയിലാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, അന്ന് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു 2000-ൽ തുടങ്ങിയ ആ ഒരു സംഘടനാ പ്രവർത്തനം ഇന്ന് 2024 നിൽക്കുമ്പോഴും ഇതിലെങ്ങും ഒരു ഗ്യാപ്പും വന്നിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, എന്തായാലും പാർലമെന്റിൽ എത്തുന്ന സമയത്ത് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ പാർലമെന്റിൽ പോയാൽ അവിടെ ആ പാർട്ടിയുടെ പ്രതിനിധിയെ തന്നെ ഉണ്ടാവുമോ, അതല്ല ഇനി അധികാരം വരുന്നത് വീണ്ടും ഒരു ഊഴം കൂടി മോദിക്ക് ലഭിച്ചാൽ നിങ്ങൾ BJP പോകുന്നൊരു ചോദ്യമാണ് പൊതുവേ ചോദിക്കുന്നത്. കോൺഗ്രസിനെ ചോദിക്കുന്നത് CPI-കാർ വന്നിട്ടുണ്ടല്ലോ എന്നാണ്. ഞാൻ ചർച്ച ചെയ്ത് കേൾക്കുന്ന ഒരു കാര്യം, കേരളത്തിലൊരു CPI നേതാവിനെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ്. അതൊക്കെ വളരെ തെറ്റായ വാർത്തകളായിരിക്കാം. അങ്ങനെ നമ്മുടെയൊന്നും ചെവിയിൽ അത്തരം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഞാനൊക്കെ പറഞ്ഞില്ലേ, വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തുടങ്ങിയതാണ്, ഇന്നിപ്പോൾ ഇവിടം വരെ എത്തി. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വന്നത്. വീട്ടുകാർ പലപ്പോഴും എന്തായിരുന്നു നമ്മുടെ പരിപാടികൾക്കൊക്കെ പോകാൻ പൈസ തന്ന് അങ്ങനെ പോയി സംഘടനാ പ്രവർത്തനം നടത്തി വന്നേരാളെന്ന നിലയിൽ എന്തു തന്നെ കാര്യങ്ങൾ മുന്നിൽ വന്നാലും നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിൽ നിന്ന് ഒരു കാലത്തും വ്യതിചലിക്കില്ല. നിങ്ങൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു താങ്കളെ പ്രലോഭിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഒരു സിനിമയിൽ ഒരു വേഷം തരികയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ കാശ്മീരി ഫയൽസിൻ്റെയൊക്കെ ഒരു സംവിധായകൻ അരുൺകുമാറിനെ വിളിച്ചിട്ട് പോലും അരുൺകുമാറിനെ ഹീറോ ഒക്കെ ഒരു സിനിമയാണ്, പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പാർട്ടി ഒന്ന് മാറുമോ? ഒരിക്കലുമില്ല. സിനിമ വേണ്ടാന്ന് വെക്കും. 25 കോടി വേണ്ടാന്ന് വെക്കും. ഒരു തർക്കമില്ല ഏട്ടാ. നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അത് ഇടതുപക്ഷ നിലപാടാണ്. ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ പോകും. അതായത് പാർലമെന്റിൽ നിങ്ങൾ പാർട്ടിയുടെയും ജനങ്ങളുടെയും ശബ്ദമാവും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മണ്ഡലത്തിന് വേണ്ടി 17 കോടി ഉള്ളെങ്കിൽ 17 കോടി 1 രൂപ ഈ മണ്ഡലത്തിൽ ചിലവാക്കിയിട്ടേ പോകും. തീർച്ചയായിട്ടും. കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്കതിനകത്തൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഈ ജസ്റ്റ് തൊട്ട് മുമ്പ് വരെ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ചുമതലയാണ് പ്രധാനമായും ഞാൻ നിർവഹിച്ചത്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫണ്ട് വിനിയോഗിക്കേണ്ടത്, എങ്ങനെയെല്ലാം അത് താഴേക്ക് എത്തണം, ഏത് ഘട്ടത്തിൽ അത് നമുക്ക് എത്തിക്കാൻ കഴിയും, അത് ഏറ്റവും അവസാനം വരെ, ഒരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനം വരെ അല്ല നോക്കിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ എന്താ പറയുന്നത്, ഏപ്രിൽ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ അടുത്ത ഫണ്ടിങ്ങിൻ്റെ സാധനം അലോട്ട്മെൻറ്റ് തുടങ്ങും. എന്നാൽ മാത്രമേ അതെന്താ പറയുന്നത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ല എങ്കിൽ വരുന്ന ഇത്തരം ചർച്ചകളുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ 2024 ഇപ്പം നമ്മൾ എന്തെങ്കിലും അനുവദിച്ചിട്ട് കാര്യമില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ ഈ 2024 ഫണ്ട് 2023 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് അതിന്റെ കാര്യങ്ങൾ തുടർന്ന് വരണം. നമ്മളിവിടെ കണ്ട ഒരു സാധനം 2019 നമ്മൾ ആവശ്യപ്പെടുന്നതും നമ്മൾ തിരിച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നതും. ഈ 2019 ശേഷമുള്ള ഈ 5 കൊല്ലക്കാലത്തെ സാധനം കൊണ്ടുവരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്കത് അവസാനിപ്പിക്കാം. അതായത് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കരുതി വെച്ചിട്ടുണ്ടോ? ഒറ്റ കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? മണ്ഡലത്തിൽ ഒരുപാട് വിഷയങ്ങൾ നിലനിൽപ്പുണ്ട്. വ്യത്യസ്തമായ ഒരു കൾച്ചറിലുള്ള കുട്ടനാട് കാർഷിക മേഖലയാണ്. അവിടെ എന്താ പറയുന്നത്, നമ്മുടെ കുട്ടനാട് പാക്കേജ് നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ അതിനോടൊപ്പം നിന്ന് അത് നടപ്പാക്കിയിട്ടേ പിന്മാറത്തുള്ളൂ അല്ലേ? കാര്യം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കൃഷി വകുപ്പിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കുട്ടനാട് നമ്മൾ എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് അരുൺകുമാറും അരുൺകുമാർ സ്റ്റാഫ് സെക്രട്ടറി പേഴ്സണൽ സ്റ്റാഫായിരുന്ന കൃഷി വകുപ്പ് മന്ത്രി സംസ്ഥാനത്തും. അതെ, ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കർഷകരുടെ പ്രശ്നം തന്നെയായിരിക്കും മണ്ഡലത്തിൽ പരിഗണന. എനിക്ക് തോന്നി വേറൊരു വിഷയം, നമ്മുടെ എന്തായാലും ഈ മലയോര പ്രദേശത്തേക്ക് പോയി പത്തനാപുരത്തൊക്കെ പോയപ്പോൾ അവിടുത്തെ എസ്റ്റേറ്റുകളിൽ അവരുടെയൊക്കെ ഒരു ജീവിത നിലവാരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ തന്നെ ബാധിച്ചിട്ടുണ്ട്, കണ്ട് അതിനകത്തൊരു വേദന തോന്നിയിട്ടുണ്ട്. പിന്നീട് ഈ കൊട്ടാരക്കരയിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ പരിഗണനത്തിന് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ചില സ്കൂളുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, അവരെല്ലാം നമ്മളോട് എന്താ പറയുന്നത്, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ. ചില പത്തനാപുരത്തെ UIT പോയപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായി അവിടെ കുട്ടികൾ കുറയുന്നു.
അപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യമില്ല. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മണ്ഡലത്തിലുണ്ടാവും എന്ന ഉറപ്പ് കൊടുക്കും. ഞാൻ ഓണാട്ടുകാരക്കാരനാ, ഞാൻ ദൂരെയുള്ള ആളൊന്നുമല്ല, ഞാൻ ഈ ഓണാട്ടുകാരക്കാരനാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ പണി ഇത് തന്നെയാണ്. നാട്ടുകാരുടെ ഇടയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും എല്ലാം തിരക്കി നോക്കിയാൽ മതി. ഓക്കെ, അത് വല്ലാത്തൊരു ഉറപ്പാണ്. ആ ഉറപ്പ് മണ്ഡലത്തിലെ വോട്ടർമാർ വിശ്വസിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കിണ്ടത്തപ്പത്തിൽ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. അപ്പോൾ താങ്കൾക്കൊരു കിണ്ണത്തപ്പം തന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ കിണ്ടത്തപ്പമായി, ഉണ്ണിയപ്പമായി, UDF LDF മണ്ഡലത്തിൽ അപ്പം മത്സരം, പോരാട്ടം ശക്തമാണ്. ചെറുപ്പക്കാരൻ കൊടിക്കുന്നിൽ സുരേഷിനെ എതിരിടാൻ വരുന്നത് വ്യക്തമായ ചില ഗെയിം പ്ലാനോട് കൂടിയാണ്. കൊടിക്കുന്നിൽ സുരേഷ് നമ്മളോട് പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ് അരുൺകുമാർ പറയുന്നത്. നമ്മൾ രണ്ടുപേരുടെയും പേര് ഒന്നായതിൽ പ്രത്യേക സന്തോഷം കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു പ്രകൃതക്കാരനാണ്. കാര്യം എൻ്റെ ക്യാമ്പസ് ജീവിതത്തിൽ എൻ്റെ ക്യാമ്പസിനെ വന്ന് നന്നായി രസിപ്പിച്ചു പോയ ഒരു വ്യക്തിയാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കരുതിയിരുന്ന ആളാണ്. ഇതൊക്കെ ഒരു നിമിത്തമാണ് വീണ്ടും നമ്മൾ ഒരുമിച്ച്. ഒരിക്കലും ഇല്ല. മറ്റേ ആ പറഞ്ഞ സംവിധാനം വരുവാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കും. കാശ്മീരി അതില്ല, കാശ്മീരി ഫാൻസ് നായകനാവാനില്ല, അതിനൊന്നും ഇല്ല, ഹീറോ ആക്കാന്ന് പറഞ്ഞാൽ ഇല്ല 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 ഇല്ല. അപ്പോൾ അതാണ് നിലപാടുമായിട്ടാണ് അരുൺകുമാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്.